ഏലിയൻസിനെ നേരിട്ട് കണ്ണാൽ കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്. എത്ര തവണ കണ്ടിട്ടുണ്ട്? 2 years ബാക്ക് ഓർമ്മ. ഏലിയൻസ് இந்த ഭൂമിയിൽ ഉണ്ടോ? 100% ഉണ്ട്. എത്ര ഏലിയൻസ് ഉണ്ടോ ഭൂമിയിൽ? പല 1000 ഏലിയൻകൾ ഉണ്ട്. മനിതர்கள் மாதிரி ഏലിയൻകൾ இருப்பாங்க. കണ്ടുപിടിക്കണം. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ இப்பவும் ഉണ്ട്. அவங்க blood bluish green. ഗ്രീൻ ആണ്. blue green. இப்போ வந்து காற்று தான் உங்களுக்கு வந்து ஃபுட். കാറ്റ്. ഭാഗ്യ ഇങ്ങ വാ. ഇതാണ് ഭാഗ്യ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം. ഭാഗ്യ, இந்த ഷർട്ടുകളിലൊക്കെ എന്താ ഇത് ഡിസൈൻ? ഏലിയൻ. വേൾഡ് ഫസ്റ്റ് ഏലിയൻ ടെമ്പിൾ, തമിഴ്നാട് ഇൻ ഇന്ത്യ. ഏലിയൻ സിദ്ധർ ഭാഗ്യ. പുറം നോക്കട്ടെ. ആഹാ, നിറച്ചു പടമല്ലോ ഏലിയൻസിന്റെ. ഏലിയൻസ് ആണോ ദൈവം ഉങ്ങളുടെ? പെരിയ ദൈവം തന്നെ. പെരിയ ദൈവം தான் ഏലിയൻ. ഓക്കെ. എന്താ ഈ ഏലിയൻസിനെ നേരിട്ട് കണ്ണാൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എത്ര തവണ കണ്ടിട്ടുണ്ട്? 2 years ബാക്ക് ഓർമ്മ. എങ്ങനെ കണ്ട? എവിടെ വെച്ചാ കണ്ടത്? എങ്ങനെയായിരുന്നു? ഏത് ടൈമില്? അതികാலை, രാവിലെ 4 o'clock. അതികാலை അതായത് വിടിയകാലം. രാവിലെ കണ്ടായിരുന്നു? രാവിലെ. എന്താ രൂപം എങ്ങനെയായിരുന്നു നേരം? ரூபங்கள் அவங்க நிறைய வெரைட்டிஸ் இருக்காங்க. அது உங்களுக்கு கண்ட ரூபம் എന്തായിരുന്നു ഏലിയൻസിന്റെ? இங்க பெண் ஏலியன் வச்சிருக்கோம்ல, பெண் ஏலியன்ஸ். அது கண்டது. സംസാരിച്ചു? നിങ്ങൾ ടോക്ക് ചെയ്തോ? அது ரொம்ப ரேர். എന്താ സംസാരിച്ചത്? அவங்க என்ன அது வெளியில எப்படி சொல்றது, சொல்ல ഒരു സീക്രട്ട് மாதிரி വെച്ചുക്കോங்களே. സീക്രട്ട് ആണത്? സീക്രട്ട് ആണ്. ഓക്കെ. അപ്പൊ അതിനുശേഷം ഏലിയൻസിന് വേണ്ടി ടെമ്പിൾ പണിഞ്ഞല്ലേ? ആമാ. ശരി. ഈ ഏലിയൻസ് ആണ് പെരിയ ദൈവം? ഏലിയൻസ് പെരിയ ദൈവം. ഉങ്ങളുടെ ശരീരത്തിൽ ഏലിയൻസ് വരുമോ? നിങ്ങൾ തമ്മിൽ കണക്ട് ഉണ്ടോ ഏലിയൻസുമായിട്ട്? കണക്ട് ഉണ്ട്. എങ്ങനെ കണക്ട്? ഇങ്ങേதான் കണക്ട്, கோவில் അല്ലെ? ഉടമ്പുക്കുള്ള വരുമ്പോഴേ എന്തമാതിരി റിഫ്ലക്ഷൻ? അത് ഹീറ്റ് ആകും, ഉടമ്പ് பாடி ஹீட் ஆகும். அதுதான் அதோட சிம்டம்ஸ். அவங்க நம்மளோட கனெக்ட் ஆகிற சிம்டம்ஸ் அதுதான். அப்போ கண்ணால பார்க்க பറ്റും? சில டைம் கண்ணால பார்க்கலாம், சில டைம் வந்து கண்ணுக்கு தெரியாம ஒளி ரூபமா தெரிவாங்க, பார்க்கலாம். ഏലിയൻസ് இந்த ഭൂമിയിൽ ഉണ്ടോ? 100% ഉണ്ട്. എത്ര ഏലിയൻസ് ഉണ്ടോ ഭൂമിയിൽ? പല 1000 ഏലിയൻകൾ ഉണ്ട്. ഉണ്ടാവും. ആർക്കും தெரியாது? இது தெரியும், எல்லாத்துக்கும் தெரியும். உங்களுக்கு தெரியும்? வேற ஆளை கண்ட ஏலியன்ஸ் தெரியும்? நான் கண்டுபிடிச்சிடலாம். கண்டுபிடிச்சிട്ടുണ്ട്. வேற ஏலியன்ஸ் கண்டுபிடிச்சிട്ടുണ്ട്? എങ്ങനെ കണ്ടുപിടിച്ചു? மக்களோட மக்களா இருப்பாங்க, மனிதர்கள் மாதிரி ஏலியன்கள் இருப்பாங்க, கண்டுபிடிக்கலாம். என்ன அவங்க பார்த்தாலும் கண்டுபிடிச்சிருவாங்க. എന്താ ഡിഫറൻസ്? എന്താ മനുഷ്യനും ഏലിയൻസും തമ്മിൽ വ്യത്യാസം എന്താ? அவங்க முக பாவனைகள், அவங்க நடக்கிறது இதெல்லாம் சேஞ்ச் ஆகும், அதை வச்சு கண்டுபிடிக்கலாம். உங்களுக்கும் അതിന്റെ പ്രത്യേകതയുണ്ട് ഉടമ്പുക്കുള്ളില്? அது சொல்ல முடியாது, சீக்ரெட். உங்களுக்கு അറിയത്തില്ല? മറ്റേ ഏലിയൻസ് അറിയാൻ പറ്റും അല്ലേ? அவங்க കണ്ടുപിടിച്ചിരുവാங்க. ഈ ഇവരുടെ സാധാരണ മനുഷ്യന്റെ ആഹാരമൊക്കെയാണ് ഏലിയൻസ് കഴിക്കുന്നത്. ഫുഡൊക്കെ എന്താ? ഇപ്പൊ வந்து കാറ്റ് தான் உங்களுக்கு வந்து ഫുഡ്. കാറ്റ്. പിന്നെ അണുക്കളാണ് ഡേപ്ലെറ്റ്. ബ്ലഡ് ഒക്കെ എങ്ങനെയാ? அவங்க ബ്ലഡ് ബ്ലൂയിഷ് ഗ്രീൻ ആണ്. ബ്ലൂ ഗ്രീൻ. നമുക്ക് കണ്ടാലേ പാക്കാൻ പറ്റും ഏലിയൻസിനെ? ഭൂമിയില് പാக்கலாம். ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഇപ്പൊ ഇല്ല. എവിടെ ഉണ്ടാവും? ഗുഹ, പനിപ്രദേശങ്ങളിൽ അധികം இருப்பாங்க, കാട് அந்த மாதிரி நிறைய இருப்பாங்க. அந்த സൈഡ് நிறைய பார்க்கலாம். പിന്നെ ഭാഗ്യ നിർമ്മിച്ച അങ്ങോട്ട് കാണാൻ പോവാം. എവിടെയത്? എവിടെയാണ് വെച്ചേക്കുന്നത് ടെമ്പിൾ? എങ്കെ കീഴെയാണോ? അണ്ടർഗ്രൗണ്ട്. എന്താ മേളി വെക്കാത്ത? എന്താ? ஏலியன்கள் பெரும்பாலும் குகைக்குள்ள தான் வாழ்வாங்க, அதை பேசிக்கா வச்சு நம்ம அண்டர்கிரவுண்ட்ல வச்சிருக்கோம். நம்ம ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുവോ? വരും. എന്ത് കൺട്രീസ്ന്ന്? യുഎസ്ல வந்து வருவாங்க, லண்டன், ஆஸ்திரேலியா, சிங்கப்பூர், ஸ்ரீலங்கா, இங்கெல்லாம் வந்திருக்காங்க. உலகின் சிவன் படைத்த முதல் பிரபஞ்ச தெய்வம் ஏலியன்கள். ஏலியன்கள் சுவாசம் வந்து பாத்தீங்களா, கண்கள், காது, மூக்கு வழியா சுவாசம் செய்வாங்க. கண்கள், காது, മൂക്ക്. നമ്മളെ മാതിരി വായില ശ്വാസം பண்ண മാട്ടാங்க. അതായത് ഏലിയൻസ് എന്ന് പറയുന്നത് ശ്വാസം വിടുന്നത് കണ്ണിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയാണ് വിടുന്നത്, വായിലൂടെ വിടത്തില്ല. അപ്പം 3 രീതിയിൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം വിടുമ്പോൾ ഏലിയൻസ് ശ്വാസം വിടുന്നത് കണ്ണിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയാണ് പറഞ്ഞത്. അടുത്തത് തന്നെ കൊണ്ട് ഏലിയൻ കളേഴ്സ് ப்ளூயிஷ், ஒரு 5 கலர் மிக்சிங் ஆன மாதிரி வந்து இருப்பாங்க. ஏலியனோட பிளட் பார்த்தீங்களா பச்சை, கிரீன் கலர், ഗ്രീൻ ബ്ലൂ കളറിൽ அவங்க ബ്ലഡ് இருக்கும், ഏലിയനോட ബ്ലഡ്. ഏലിയനോட ബ്ലഡ് ബ്ലൂ കളറല്ലേ? ബ്ലൂ ഗ്രീൻ. മനുഷ്യരക്തം ചുവപ്പാണെങ്കിൽ ഏലിയൻസിനകത്ത് ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്ത് ഒരു 3 കളേഴ്സ് മിക്സിംഗ് அந்த மாதிரி இருக்கும் കളർ. ഓക്കെ. അതിന്റെ ഫുഡൊക്കെ എന്തായിരിക്കും ആഹാരം? அவங்க ஃபுட் வந்து இது காற்று
ஓ காற்றாണ്. காற்று ஸ்டார்டிங்கில் என்ன சொல்கிறது ஃப்ரூட் ஜூஸ் அந்த மாதிரிலாம் சாப்பிடுவாங்க அப்போ ഒരു ഇപ്പം அந்த மாதிரி சாப்பிட்றது இல்லை. ഓഹോ ഏലിയൻസ് സാധാരണ അതിൻ്റെ ആഹാരം എന്നുള്ളത് ജ്യൂസൊക്കെയാണ്, ഫ്രൂട്ട്സ് ജ്യൂസും പിന്നെ കാറ്റും ഒക്കെയാണ് ശ്വസിച്ചാണ്. இப்போ வந்து காற்று மட்டும்தான் அவங்களுக்கு உணவு. ഈ ഏലിയൻസ് ഭൂമിയിൽ എന്തുകൊണ്ടാണ് വരുന്നത്? எங்கேனாலும் வருவாங்க. അല്ല എന്തിനാണ് വരുന്നത്? பூமியை படைச்சது ஏலியன்கள், தெய்வம் கிடையாது. நம்மளை படைச்சது தான் தெய்வங்கள். பூமி நிறைய டேமேஜ் ஆகிட்டு இருக்குல்ல. ஓ மனுஷனை சிருஷ்டிச்சതാണ് ദൈവം. தெய்வம் பூமியை படைச்சது ஏலியன்ஸ் ആണ്. ஏலியன்கள். இதுல இன்னொன்னு என்ன ஞாபகம் வச்சுக்கோங்க, மூன்றாம் உலக போர் அது வரும், கண்டிப்பா வரும். മൂന്നാം ലോക മഹായുദ്ധം கண்டிப்பா வரும், கண்டிப்பா வரும், 100% வரும். അന്ന് ഏലിയൻസ് എന്താണ് ചെയ്യുന്നത്? அவங்க என்ன செய்வாங்க? மனிதர்கள் தப்பு செய்யறாங்க, தெய்வங்கள் என்ன பண்ணும்? ഇല്ല, അപ്പൊ ഏലിയൻസ് രണ്ട് ടൈപ്പിൽ ഏലിയൻസ് ഉണ്ട്, നല്ലതുണ്ട് ചീത്തയുണ്ട്. ഇപ്പൊ ഇവിടെ പ്രതീക്ഷിക്കുന്ന ഏലിയൻസ് ഇത് നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ചീത്തയ്ക്ക് വേണ്ടി? நல்லது செய்யறதுக்காக தான் கோயிலை உருவாக்கி இருக்கிறோம். ദുഷ്ടശക്തികളെ വളർത്തുന്നത് ഏലിയൻസ് അല്ലേ? ഇല്ല, ഈ ലോകത്തിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, പല വാറൊക്കെയാണ്, ഇതിനെ പിന്നിൽ ഏലിയൻസിന്റെ அப்படி இல்லை, அது கிடையாது, அப்படி கிடையாது. ഇപ്പൊ പല ക്ഷേത്രങ്ങളും നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത ഒരുപാട് വലിയ തഞ്ചാവൂർ ക്ഷേത്രങ്ങൾ, ഇതിനൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തതിന് പിന്നിൽ ഏലിയൻസ് ആണെന്ന് പറയുന്നത് സത്യമാണോ? இருக்கலாம். കാരണം മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല ക്ഷേത്രങ്ങൾ ഏലിയൻസ് വന്ന് പ്രതിഷ്ഠിച്ചു. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ തമിഴ്നാട്ടിലുണ്ട്. ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ? இங்கே தமிழ்நாட்டில் அது நான் சொன்ன தப்பாக சொல்லுவாங்க எல்லாரும், அதனால சொல்ல வேண்டாம். இப்போ நீங்கள் இப்போ ஏலியன்ஸ் இங்கே பிரதிஷ்டை பண்ணியிருக்காங்க, யார் உங்களுக்கு சொல்லி தந்தது இப்படி ஏலியன்ஸை பிரதிஷ்டை பண்ணணும்? சித்தர் அகத்தியர், போகர் என்னுடைய குருமார்கள். വേദങ്ങളിൽ എങ്ങനെ ഏലിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഏതിലാണ് പറഞ്ഞത്? சித்தர் அகத்தியர், போகர் ஓலைச்சுவடிகள், முருகர் ஓலைச்சுவடிகளில் ஏலியன்களை பற்றி எல்லா எவிடன்ஸும் இருக்கு. എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ? അതിൽ நிறைய இருக்கு. അല്ല എന്താണ് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുന്നത്, എന്താണ് ഏലിയൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? இப்போ இங்கே ஏலியன் கோயில் கட்டுறதுக்கு காரணமே அகத்தியர் தான். വേദങ്ങൾ പറഞ്ഞ പ്രകാരം ഉണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങളെ ഫ്യൂച്ചർ ഭാവി എന്താണ്? உங்களோட ஃபியூச்சர் என்ன? இங்கே 3 ஏலியன் டெம்பிள் கட்டணும். அங்கே 2 ரெடி ஆயிடுச்சு. 3வது ஏலியன் டெம்பிள் ஒரு 2 இயர்ஸ் ஆகும். ഇവിടെ மக்கள் வர்றாங்களா? வராங்க. எந்த ஊர்ல இருந்து வராங்க? எல்லா ஊர்லேருந்து வராங்க. ஃபாரினர்ஸ் நிறைய பேர் வராங்க. எந்த ஊர்ல இருந்து? லண்டன், அமெரிக்கா, சவுத் ஆப்பிரிக்கா, சிங்கப்பூர், மலேசியா, இங்கெல்லாம் நிறைய பீப்புள் வராங்க. அவங்க வந்து பார்த்துட்டு என்ன உங்ககிட்ட சொன்னது? அவங்க சந்தோஷம் தான் படுறாங்க. ஓஹோ, அவங்களுக்கு எல்லாம் இதை பற்றி ஏலியன்ஸை பற்றி அவங்களுக்கு ஏலியனை பற்றி தெரியும். അപ്പോൾ നിങ്ങൾ ഇപ്പം ഫുൾ ഇപ്പം ഈ ഏലിയൻസിൻ്റെ പ്രതിഷ്ഠയായിട്ട് ഈ ക്ഷേത്രം പണിത് വളർത്താൻ പോവാണ് അല്ലേ? ஆமாம். ஓகே. இங்கே ஃபியூச்சர் என்ன உங்கள் ஃபியூச்சர்? என் ஃபியூச்சர் என்னென்னா இவங்களுக்கு சேவை செய்கிறது தான் என்னோடய ஃபியூச்சர்.